വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിമോ ചേട്ടൻ ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ പിരാനോ മീൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കറി വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ കറി വെക്കണമെന്ന് നമുക്ക് നോക്കിയാലോ. ഒരു സിമ്പിളായിട്ടുള്ള കറിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലോട്ടാം. അപ്പോൾ ഇതാ കറി വെക്കാനുള്ള എല്ലാ ഐറ്റം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊരു സവാള, പിന്നെ ഒരു തക്കാളിയുടെ പകുതിയാണ് എടുത്തേക്കുന്നത്. വലിയ തക്കാളിയായിരുന്നു. പിന്നെ ഇഞ്ചി, പച്ചമുളക്, പിന്നെ നമ്മുടെ വെളുത്തുള്ളി. അപ്പോൾ ഇതെല്ലാം ഞാൻ അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ മീൻ കഴുകിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ മീൻ ഞാൻ കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് കറി വെച്ചാലോ. അപ്പോൾ ഇതാ മീൻ കറി വെക്കാൻ വേണ്ടി ഒരു ചട്ടിയൊക്കെ ഞാൻ കഴുകി ഗ്യാസൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. പിന്നെ എന്താ മീൻ കറിക്ക് ആവശ്യമുള്ള കുടംപുളി ഞാൻ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. നല്ല പുളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു 3-4 എടുത്തിട്ടുണ്ട്. എന്തായാലും പുളി കഴിഞ്ഞ പ്രാവശ്യം മീൻ കറി വെച്ചപ്പോൾ നല്ല പുളിയായിപ്പോയി. അത് കാരണം ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട്. എന്തായാലും നോക്കാം. അപ്പോൾ ഞാൻ പുളിയൊക്കെ വെള്ളത്തിലിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കപ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. ഇത് ഭയങ്കരമായിട്ടും ചെറിയ കടുകാണ്. ഞാൻ 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കടുക് പൊട്ടി വരട്ടെ. നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ വെളുത്തുള്ളി നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് സവാള, പച്ചമുളക് ഇതും കൂടെ ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ 1 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി ഒന്ന് വാടി വരട്ടെ. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് കറിക്ക് വേണ്ട പൊടികളെല്ലാം എടുത്ത് വയ്ക്കാം. അപ്പം ഞാൻ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പം മുളക് പൊടി ഒരു 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. നമ്മുടെ മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ. ഉപ്പ് നമ്മൾ സവാളയൊക്കെ വെട്ടാൻ നേരത്ത് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനകത്ത് 1 സ്പൂൺ കൂടി എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വേണമെങ്കിൽ നോക്കിയിട്ടെടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിനിപ്പോൾ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ സവാളയും തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ആ പുളി ആ വെള്ളത്തോടു കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. പുളി നല്ലപോലെ കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ടത്. അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ പുളിയായിട്ടൊന്ന് സവാളയും തക്കാളിയും എല്ലാം ആ പുളിവെള്ളത്തിലൊന്ന് 2 മിനിറ്റ് കിടന്നിട്ട് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. ഇതാ നമ്മൾ ആ പുളിയൊക്കെ ഇട്ടത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അരപ്പിട്ടതിന് ശേഷം ഞാൻ 1 പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കേണ്ട. നമ്മുടെ മീനൊന്ന് വേകാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1.5 പാത്രം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. ആ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്തായാലും നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ പെട്ടെന്ന് തിളച്ച് വരാൻ വേണ്ടി ഞാൻ അടച്ച് വെക്കുന്നുണ്ട്. എന്തായാലും പെട്ടെന്ന് തിളച്ച് വരട്ടെ. വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻ കറിയുടെ അരപ്പൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മീനിട്ട് കൊടുക്കുകയാണ്. ഞാനിതാ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊന്ന് കുറച്ച് കൂട്ടി വെച്ച് കൊടുക്കാം. നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ എന്താ അടച്ച് വെക്കുകയാണ്.
അപ്പോൾ ഞാൻ എന്താ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീയൊക്കെ കുറച്ച് വെച്ചു. അത് കഴിഞ്ഞ ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ പിന്നെ തുറന്ന് നോക്കിയപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചു. അപ്പോൾ ഇത്രയുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകില്ല. അപ്പോൾ എല്ലാവർക്കും ബൈ.